ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ഫ്രഷായ തിരച്ചി മീൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അനിയെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നല്ല ഫ്രഷ് തിരച്ചി മീൻ. ഇത് നമുക്ക് പിന്നെ കഴുകാം. നമുക്ക് അരയ്ക്കണത് എന്തൊക്കെയെന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അതേപോലെ പുഴിയാള മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്രഷായ പച്ച പുഴിയാള മീൻ 100 രൂപയെന്ന് പറഞ്ഞ്. നമുക്കിത് തിരച്ചി മീനിന് എന്തൊക്കെ ആവശ്യം, ഇതിന് എന്തൊക്കെ അരയ്ക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് ഞാൻ അരയ്ക്കാനുള്ള അരപ്പ് എന്തൊക്കെ എടുത്തേക്കണമെന്നാൽ നല്ല മണൽ പരുവത്തിന് തേങ്ങ ചിരുവി അതിനെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, വെന്തയപ്പൊടി, മല്ലി, മുളക്. അടുത്ത് ഞാൻ ചെറുള്ളിയും പച്ചമുളകും നല്ല മുരിച്ചെടുത്തിട്ടുണ്ട്. കരിവേപ്പിലയും കുരുമുളക് എടുത്തിട്ടുണ്ട്. പുളി കുതിരാൻ വെച്ചിട്ടുണ്ട്. കൂട്ടി അരച്ചെടുക്കാം. അപ്പോൾ തന്നെ നാരങ്ങ അച്ചാറ് പോലെ ഇതിരിക്കാം. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ തിരച്ചി മീൻ നല്ലവണ്ണം ഒന്ന് ഫ്രഷ് തൊലിയൊക്കെ ഉരിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതാ കണ്ട, കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ് ഇതിനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നല്ല ഫ്രഷായിട്ട് മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ബുദ്ധിമുട്ട് ഞാനിത് കഴുകി എടുക്കാനായിട്ട്. അതാണ് ഞാൻ ഫസ്റ്റിൽ ഇത് കാണിക്കാതെ അരപ്പിനെ ഞാൻ കാണിച്ചത്. ഇനി നമുക്ക് ഈ കാണിക്കാം. ഇതാ കണ്ട, പേസ്റ്റ് പോലെ പുളി വരെയും ഞാൻ അരച്ച് പേസ്റ്റ് പോലെ എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് കലക്കിയെടുക്കാം മീനിനെ. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്കിത് കലക്കിയൊന്ന് അടുപ്പിൽ വയ്ക്കാം. കണ്ടോ, ഇത് തന്നെ ഇതിൻ്റെ പരുവം. ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച്, ഞാൻ വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്താ സൂപ്പറായ തിരച്ചി മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് നിങ്ങൾക്ക് എല്ലാം വറുത്താണ് ഞാൻ അരച്ചത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത് കണ്ടോ, നല്ല സൂപ്പറായ തിരച്ചി മീൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാം വറുത്താണ് അരച്ചത്. ചെറുള്ളി വരെയും നല്ല മൊരിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. കാരണം ഇത് 5 ദിവസം വേണമെങ്കിൽ ഈ മീൻ കറി പുറത്ത് വെച്ച് നമുക്ക് കഴിക്കാൻ ഒന്നും ചെയ്യില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.